അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും സൂചിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബീഉ ബിൻ ഹാദി അൽ മദ്ഖലി ഹഫിളഹുല്ലയുടെ മുദക്കിറത്തുൽ ഹദീസ് നബവി ഫിൽ അഖീദത്തി വൽ ഇത്തിബാ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം 9-ാമതായി രേഖപ്പെടുത്തുന്ന ഹദീസാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിദ്ഖുൽ ഈമാൻ എന്ന തലക്കെട്ടിലാണ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി പറയുകയാണ്, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല, ഞാൻ അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ മക്കളെക്കാളും അവൻ്റെ മാതാപിതാക്കളെക്കാളും ജനങ്ങളിൽ ആരെക്കാളും അവന് പ്രിയപ്പെട്ടതാകുന്നത് വരെ ഒരാളും സത്യവിശ്വാസി ആവുകയില്ല എന്ന് ഇമാം ബുഖാരിയും മുസ്ലിം അവരുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏതൊരു വിശ്വാസിയാവട്ടെ, അവർ അവരുടെ വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കുന്നത് അവരുടെ അടുത്ത സഹോദരങ്ങളെക്കാളും കുടുംബക്കാരെക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ പ്രിയപ്പെട്ട ആളാവുമ്പോഴാണ്. അവനെ പോറ്റി വളർത്തിയ അവൻ്റെ മാതാവിനേക്കാൾ, അവൻ്റെ പിതാവിനേക്കാൾ, അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ കൂടപ്പിറപ്പുകളേക്കാൾ, അവരെക്കാളെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം അവന് ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ആ ഈമാനിൻ്റെ അടയാളം ഈ ഒരു തരത്തിൽ ഒരു മനുഷ്യനിലുണ്ടായാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മറ്റാരെ അനുസരിക്കുന്നതിനേക്കാളും അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മറ്റാരെ അനുസരിക്കുന്നതിനേക്കാളും അവൻ മുൻഗണന നൽകും എന്നാണ്. അങ്ങനെയായാൽ ജനങ്ങളിൽ ആര് അവനെ ആക്ഷേപിക്കുന്നതോ, അതല്ല ജനങ്ങളിൽ ആരവനെ വെറുക്കുന്നതോ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അതൊന്നും അവനൊരു പ്രശ്നമാവുകയില്ല എന്ന് റബീഉ ബിൻ ഹാദി അൽ മദ്ഖലി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മറ്റൊരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സലാസു മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരു മനുഷ്യനിലുണ്ടായാൽ അയാൾ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു. അതിൽ 2 കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹമാണ് എന്ന് അദ്ദേഹം ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഈ ഗുണം, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം അവനുണ്ടായാൽ ഒരു ആക്ഷേപകരുടെ ആക്ഷേപത്തെയും അവൻ ഭയപ്പെടില്ല എന്ന് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കാണാം. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ മുൻപന്തിയിലെത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.